പാകിസ്ഥാനും ചൈനയും രഹസ്യമായി ആണവായുധങ്ങൾ പരീക്ഷിക്കുകയാണെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അമേരിക്കൻ ടെലിവിഷൻ ചാനൽ CBSന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. റഷ്യയും ഉത്തര കൊറിയയും ആണവായുധങ്ങൾ പരീക്ഷിക്കുന്നുണ്ടെന്നും ഇതിനെതിരെ അമേരിക്കൻ സൈന്യത്തെയും അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞു. റഷ്യയും ചൈനയും ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്, പക്ഷേ അവർ അതിനെക്കുറിച്ച് പുറത്തു പറയുന്നില്ല. ഞങ്ങൾ തുറന്ന സമൂഹമാണ്, അവിടെ ആ കാര്യങ്ങൾ എഴുതാൻ മാധ്യമങ്ങൾക്ക് പോലും അനുമതിയില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. ചൈനയും പാകിസ്ഥാനും ഭൂമിക്കടിയിൽ രഹസ്യമായി സ്ഫോടനങ്ങൾ നടത്തുന്നതായി അദ്ദേഹം ആരോപിച്ചു. ചിലപ്പോൾ ആ പരീക്ഷണങ്ങൾ ഭൂകമ്പം പോലെ ചെറിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കാറുണ്ടെന്നും അതുകൊണ്ട് അത് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണെന്നും ട്രംപ് പറഞ്ഞു. ഇതേ അഭിമുഖത്തിൽ ട്രംപ് മറ്റൊരു വലിയ വെളിപ്പെടുത്തൽ നടത്തി. ഇന്ത്യയും പാകിസ്ഥാനും ഒരിക്കൽ ആണവയുദ്ധത്തിന്റെ വക്കിലായിരുന്നുവെന്നും താനാണ് അത് തടഞ്ഞതെന്നും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിമാനങ്ങൾ വെടിവെച്ച് യുദ്ധത്തിന് ഒരുക്കിയിരുന്നുവെന്നും ഞാൻ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചേനെ. ഇരു രാജ്യങ്ങളോടും ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത് നിർത്തിയില്ലെങ്കിൽ US-ഉമായി ബിസിനസ് നടക്കില്ല എന്ന്. ട്രംപിന്റെ ഈ പ്രസ്താവന ഇന്ത്യക്ക് വലിയ ആശങ്കയാണ്. കാരണം പാകിസ്ഥാനും ചൈനയും രണ്ട് തുറമുഖങ്ങളിലും ഇന്ത്യയെ നേരിടുന്ന രാജ്യങ്ങളാണ്. ഇന്ത്യയുടെ നിലപാട് എപ്പോഴും ആദ്യം ആണവായുധം ഉപയോഗിക്കില്ല എന്നതാണ്. കൂടാതെ 1998 പോക്രാൻ പരീക്ഷണത്തിന് ശേഷം ഇന്ത്യ പുതിയ പരീക്ഷണങ്ങൾ നടത്തിയിട്ടില്ല. എന്നാൽ ട്രംപിന്റെ ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ ഇന്ത്യ വീണ്ടും ഒരു പോക്രാൻ തേർഡ് പരീക്ഷണം നടത്തുമോ എന്ന ചർച്ചയാണ് പ്രതിരോധ മേഖലയിലെ പ്രധാന വിഷയം. ഇത് ഇന്ത്യയുടെ ഹൈഡ്രജൻ ബോംബിന്റെ ശക്തി ഉറപ്പാക്കാനും അഗ്നി 6 മിസൈലുകൾ പോലുള്ള പുതിയ ആയുധങ്ങൾക്ക് ആവശ്യമായ സാങ്കേതിക മെച്ചപ്പെടുത്തലുകൾ നടത്താനുമാകും സഹായകമാകുക എന്നതാണ് വിദഗ്ധരുടെ അഭിപ്രായം. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.